വെൽക്കം ബാക്ക് ഗൈസ്. ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു സ്ഥലം വരെ പോകാൻ പോണ്. ഈ ചാക്കൊക്കെ തൂക്കി എങ്ങോട്ട് പോകണമെന്നല്ലേ പറഞ്ഞു തരാം. സാധാരണ വീട്ടിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരിപാടിക്ക് അതിനൊക്കെ പോണതാ കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ട്രെയിനിൽ ഒരു വ്ളോഗ് ചെയ്തത്. ഇന്ന് പോകാൻ പോണത് ട്രിവാൻഡ്രത്തോട്ടാണ്. ട്രിവാൻഡ്രത്ത് എന്താ പരിപാടി എന്നൊക്കെ വൈകാണ്ട് നമുക്ക് പറഞ്ഞു പോവാം. അപ്പൊ ഞാനും അച്ഛനും അമ്മയാണ് ഇപ്പോ ഉള്ളത്. അച്ഛനും അമ്മയും അങ്ങ് S3-ല്, ഞാൻ മാത്രം ഒറ്റയ്ക്കായി. S14-ലാണ് ഞാൻ ഉള്ളത്. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ കയറി കഴിഞ്ഞ് ഒരു 8 മണിക്ക്, രാത്രി ഒരു 8 മണിക്ക് കയറി. ഇപ്പൊ അതെ മൂവിങ്ങിലാണ് ട്രെയിൻ. ഒലവക്കോട് എത്തി നിർത്തി. ഒലവക്കോട് വൻ സീനാക്കി വിട്ടു. സാധാരണ 1 മണിക്കൂറൊക്കെ നിർത്തിയിടാറുണ്ട് എന്ന് പറഞ്ഞു. 2 മണിക്കൂർ നിർത്തിയിട്ടു. ഇന്ത്യൻ റെയിൽവേ എന്റെ മുടിയൊക്കെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ട്രെയിനിലൊക്കെ വന്നു കഴിഞ്ഞാൽ മുടിയൊക്കെ വൻ സീനായിരിക്കും. അപ്പൊ നാളെ പുലർച്ചെ ഒരു 4 മണി അല്ലെങ്കിൽ 4:30 നമ്മൾ റീച്ച് ആവും. നമുക്ക് പോയാലോ? അപ്പം ഞാൻ കിടന്നുറങ്ങാൻ പോണേണ്. ദേ ഇവിടെയാണ് എൻ്റെ സ്ഥലം. ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇന്നാദ്യം ഗായ്സ്, നമ്മൾ ട്രിവാൻഡ്രം എത്തിയിട്ടാ. ഇവിടെ നല്ല മഴയായതുകൊണ്ട് നല്ല സെറ്റായിട്ടുണ്ട്. രാവിലെ 5 മണിയായിട്ടാ. ഇതേ കണ്ട, 5 മണിയായി. ഇനിയിപ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് വണ്ടി വരുന്നുണ്ട്. ജഗതിയിലോട്ടാണ് നമ്മൾ പോകാൻ പോകുന്നത്. ബാംഗ്ലൂരിൻ്റെ അത്ര ഇല്ലെങ്കിലും ഓട്ടോക്കാരന്മാർ രാവിലെ എണിച്ച് നിൽക്കുന്ന പരിപാടി ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട, എല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കും. മഴ പെയ്ത് ഇവിടെ റോഡൊക്കെ നനഞ്ഞിരിക്കുന്നു. നല്ല മഴ പെയ്തിട്ടുണ്ട്. എന്തായാലും ഞാൻ ട്രെയിനിൽ കിടന്നുറങ്ങിയത് കൊണ്ട് എനിക്കിതൊന്നും അറിയില്ല. കാരണം മുകളിലായിരുന്നു ഞാൻ കിടന്നുറങ്ങിയത്. എനിക്ക് അറിയണ്ടായില്ല എന്താ സംഭവം. താഴെ ഇറങ്ങി നോക്കുമ്പോൾ ഫുൾ മഴ. നമ്മളടുത്ത് ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിൽക്കാനാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഗണപതി അമ്പലത്തിൻ്റെ അവിടെ നിൽക്കാം. വണ്ടി എത്തി. നമ്മളിപ്പോൾ പോകാൻ പോണത് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ, അനിമാമൻ്റെ വീട്ടിലേക്ക്. ഇതാണ് അതുലാട്ട്. നമ്മളങ്ങനെ സക്സസ്ഫുള്ളി അനിമാമൻ്റെ വീടെത്തി. ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് വന്നു, വീടെത്തി എന്നൊക്കെ പറഞ്ഞ് നേരെ വന്നത് കട്ടിലോട്ടാണ്. ഉറങ്ങിപ്പോയി. പിന്നെ ഇനിയിപ്പോൾ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. ആ പരിപാടിക്ക് നമ്മൾ പോകണം. കുറച്ച് സമയമൊക്കെ ഉണ്ട് റെഡിയാവാൻ. എന്തായാലും വെൽക്കം ടു ട്രിവാൻഡ്രം ഗൈസ്. അപ്പം നമ്മൾ റെഡിയായി. ഇനി പോകാൻ പോണത് പത്മനാഭസ്വാമി ക്ഷേത്രം. ഫ്രഷ് സാധനം. അപ്പം നമുക്ക് പോയിട്ട് വരാം ഗൈസ്. കൂടുതൽ ഇപ്പൊ പ്രശ്നം നമ്മുടെ ഈ ബൈക്കാട് ഏരിയയിലാണ്. അവിടെയാണ് എല്ലാം മറ്റൊക്കെ കുഴിച്ച് എത്തി. ഇപ്പൊ സ്മാർട്ട് സിറ്റിയെ കുറിച്ച് അറിയാത്തവർക്ക് കറക്റ്റായി പറഞ്ഞുതരാം. വേറൊന്നുമല്ല, ട്രിവാൻഡ്രം സ്മാർട്ട് ആക്കാനുള്ള ഒരു പരിപാടി. അതിന്റെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ റോഡ് സൈഡുള്ള പോസ്റ്റിലെ വയേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കേബിൾ വയേഴ്സ്, ഇലക്ട്രിക് വയേഴ്സ്, ഇതൊക്കെ അണ്ടർഗ്രൗണ്ട് ആക്കാൻ പോകും. റോഡ് സൈഡുള്ള ഡിച്ചസും കാര്യങ്ങളൊക്കെ അതും അണ്ടർഗ്രൗണ്ട് ആക്കാൻ പോകും. അത് മാത്രമല്ല, വേറെയും റോഡ് വീതി കൂട്ടൽ, അങ്ങനത്തെ കുറെ പദ്ധതി ഉണ്ട്. ഇതൊക്കെ ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണ് സ്മാർട്ട് സിറ്റി. അതും പറഞ്ഞുകൊണ്ട് നമ്മൾ സ്ഥലം എത്താറായി ഗോയ്സ്. നോ എൻട്രി ആണ് പറഞ്ഞ പോലെ. നോ എൻട്രി ആണ്. ഈ ആളെ നോക്കിട്ടെ കുഴപ്പമില്ല. ഇവരെ ഇറക്കിലേക്ക് പോരാ. ഞാനും കയറുക. ദാണ്ട കിടക്കണ്, പാർക്കിംഗ് ഏരിയ ഇല്ലെന്ന്. ഇനിയിപ്പോ ഇറങ്ങി നടക്കാം, അത്ര തന്നെ. ഇത് സൺഡേയും കൂടെ ഇല്ല. നിങ്ങൾ ആലോചിക്കണം, വ്യാഴാഴ്ചയാണ്. വ്യാഴാഴ്ചയായിട്ടും ഇത്രയും തിരക്കുണ്ട് ഇവിടെ. വന്നപാടെ നമുക്ക് പാർക്കിംഗ് ഏരിയ ഇല്ല എന്ന് പറയുമ്പോൾ, പിന്നെ ഇവിടുത്തെ റെസ്ട്രിക്ഷൻസ് അറിയാത്തവർക്ക് ഇവിടെ മുണ്ട് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ മുണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ടീഷർട്ട് പറ്റില്ല, ഫോൺ പറ്റില്ല, ഇതുപോലെ മൈക്കും പറ്റില്ല എന്ന് തോന്നുന്നു. എനിക്ക് അറിഞ്ഞൂടാ. ഫോണില്ലെങ്കിൽ പിന്നെ മൈക്കിൻ്റെ ആവശ്യമില്ലല്ലോ അല്ലേ. ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും പറ്റില്ല. ഇവിടെയൊക്കെ വെയിലുണ്ടെങ്കിലും നമുക്ക് സഹിക്കാം കേട്ടോ. പാലക്കാട് പോലെ അല്ല, ഹ്യൂമിഡിറ്റി കുറവാണ് ഇവിടെ. സോ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് വരാം ഗൈസ്. ഇതാണ് നമ്മുടെ കോസ്റ്റ്യൂം. ഈ അമ്പലത്തിൽ, അതായത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വരികയാണെങ്കിൽ ചില കോസ്റ്റ്യൂമുകളൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ മുണ്ട്, ഈ മുണ്ട് ഇതൊക്കെ എടുത്തിട്ടേ വരാൻ പറ്റുള്ളൂ. കാരണം പാൻറ് ഇടാൻ പറ്റില്ല, പിന്നെ ട്രൗസർ ഇടാൻ പറ്റില്ലല്ലോ. ട്രൗസർ ഇടാൻ പറ്റില്ല. ഗേൾസിന് വേറെ രീതിയാണ്.
ചുരിദാർ ഇട്ടിട്ട് വന്നാൽ അവർ ഒരു മേൽമുണ്ട് പോലെ അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ കൂടെ ഒരു മുണ്ട് ഉടുക്കണം. അപ്പം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങളും. അതൊക്കെ അറിഞ്ഞിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പോയിട്ട് വരാം. അപ്പോൾ ഗൈസ് ദർശനം കാണാൻ പോകണമെങ്കിൽ നമുക്ക് ഫോൺ അലൗഡല്ല, അതെ മൈക്ക് അലൗഡല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതൊക്കെ ഇവിടെ വെച്ചിട്ട് വേണം പോവാൻ. അപ്പോൾ ദർശനം കഴിഞ്ഞിട്ട് നമുക്ക് വരാം ഇവിടെ തന്നെ. ഓക്കെ, ബൈ ഗൈസ്. അപ്പോൾ ദർശനം കഴിഞ്ഞിരിക്കുകയാണ്. ദർശനം കഴിഞ്ഞ് നമ്മൾ എത്തിയുള്ളൂ. ഞാൻ കുറേ കാലമായിട്ട് അവിടെ വന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായില്ല. ഇപ്പോൾ ഈ നിലവറ തുറക്കലും നിധിയും ഒക്കെ ആയിട്ട് ഇവിടെ ട്രെൻഡിങ് ആയിരിക്കുകയാണ്. അപ്പോൾ ഫുൾ നോർത്ത് ഇന്ത്യൻസും ഡെയിലി വരും. ഇന്ന് പ്രത്യേകിച്ച് വ്യാഴാഴ്ച ആയതുകൊണ്ട്, വ്യാഴാഴ്ച എന്തോ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഇത്രയും തിരക്കെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു വ്യാഴാഴ്ചയല്ലേ തിരക്കുണ്ടാവില്ല എന്ന്. പക്ഷെ ഇത് അങ്ങനെയല്ല, നല്ല തിരക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഓറ മനസ്സിലാവണത്. മുമ്പും പോയിട്ടുണ്ടെങ്കിലും ഇപ്പം ഇത്രയും കൂടി ഒന്ന് ആർക്കിടെക്റ്റ് പരമായി നമ്മൾ ആലോചിക്കുമ്പോൾ ഇതൊരു സംഭവമാണല്ലോ. നമുക്ക് ഉള്ളിൽ പോകുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു പവർഫുൾ ഫീല്, നമ്മുടെ മൈൻഡ് ഒരു ഫ്രഷ് ആവും. അത്രേ ഉള്ളൂ കേട്ടോ. എനിക്കൊരു അമ്പലം കോൺസെപ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിന് ഒരു പോസിറ്റീവ് എനർജി അതൊക്കെ തന്നെ ആയിരിക്കും. അപ്പോൾ ഇനി നമ്മൾ വേറെ സ്ഥലത്തേക്കാണ് പോണേ. ഇനി കാറിൽ പോയിട്ട് ഇതൊക്കെ മാറ്റിയിട്ട് നമ്മളെ ടീഷർട്ടൊക്കെ ഇട്ടിട്ട് നമുക്ക് വരാം. ഓക്കെ, ബൈ ബൈ. തിരിച്ച് വീടെത്തിയിരിക്കുകയാണ്. അത് വീട്ടിൽ കയറിയ പാടത് ചക്ക വെട്ടിയിട്ടിരിക്കുന്നു. പ്ലാവൊന്നുമല്ല, അത് തൂക്കിയിട്ടിരിക്കുക. നമ്മളിപ്പോൾ ജഗതിയിലാണുള്ളത്. ഈ സ്ഥലം ജഗതി ശ്രീകുമാർ ഉണ്ടല്ലോ, നമ്മുടെ ജഗതി ചേട്ടൻ്റെ ശരിക്കത്തെ പേര് അമ്പിളി എന്നാണ്. ഈ സ്ഥലത്ത് ജീവിച്ചത് കൊണ്ടാണ് പുള്ളി ജഗതി ശ്രീകുമാർ ആയത്, അല്ലെങ്കിൽ അമ്പിളിയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ കയറി. ഇനി അടുത്ത സ്ഥലം, അടുത്ത ഫങ്ഷൻ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഈ കോസ്റ്റ്യൂം മാറണം നമുക്ക്. അപ്പോൾ ഫങ്ഷന് പോകാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട്. അതെ, അച്ഛനും ആൻഡ്രോസ് അങ്കിളും കാറിൽ കയറാൻ കാത്തു നിൽക്കുന്നുണ്ട്. ട്രിവാൻഡ്രം ഇപ്പോൾ പഴയ പോലെ ഒന്നുമല്ല ഗൂസ്, നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. പോരാത്തതിന് ഏഷ്യയിലെ വലിയ ലുല്ലു മാളും വന്നിട്ടുണ്ട്. എന്തോന്നും മാളടെ ഇത്. അയ്യോ, ഇത് വണ്ടിയിൽ നിന്ന് ഇത്ര ദൂരം പോയിട്ട് ഈ സാധനം കഴിയുന്നില്ല. എൻ്റെ മോനെ. ഗൈസ്, അപ്പോൾ പരിപാടിക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. വലിയൊരു കൺവെൻഷൻ സെൻറ്ററിലാണ് പരിപാടി. ഒരു ചേച്ചിയുടെ എൻഗേജ്മെൻറ്റ്, മനസ്സമ്മതം എന്നൊക്കെ പറയാം, അതിനാണ് വന്നിരിക്കുന്നത്. സമയം 11:30 ആയപ്പോഴും ചൂട് കൂടുതലുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രഷ് ജ്യൂസൊക്കെ ഉണ്ട്, നമുക്ക് കുടിച്ചിട്ട് സംസാരിക്കാം. ചൂടായതുകൊണ്ടാണോന്നറിയില്ല, ജ്യൂസ് കൊള്ളാം. സിംസി ചേച്ചിയുടെ എൻഗേജ്മെൻറ്റിനാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പോൾ സിംസി ചേച്ചി എത്തിയിട്ടില്ല. സ്റ്റേജ് ഫുൾ കാലിയാണത്. കാണിച്ചു തരാം. കണ്ട, സ്റ്റേജ് മൊത്തം കാലിയാണ്. പക്ഷെ ഇവിടെ ഓഡിറ്റോറിയം ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര ഫ്രീ സ്പേസ്. ഫുഡിന് വേറെ സ്പോട്ട്, ഫുഡിന് വേറെ സ്പോട്ട് എല്ലാവിടെയും ഉണ്ടാവും. എന്നാലും ഇത് കുറച്ച് സ്റ്റാൻഡേർഡ് ക്ലാസ് സാധനം ഉള്ള പരിപാടി. നമുക്ക് അനിമാമനെ കാണിച്ചു തരാം. അനിമാമനെ എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല. അനിമാ ഹായ് പറയും. ഹായ് പറയും. ഇവിടെ പ്രാർത്ഥന നടക്കണോണ്ട് എല്ലാവരും സൈലന്റ് ആണ് കേട്ടോ. നമുക്കിപ്പോൾ നമ്മുടെ പരിപാടി നോക്കിയാലോ. ഫുഡ് അടി.
ഗൈസ്, അപ്പോൾ നമ്മുടെ ഫംഗ്ഷനൊക്കെ ഏകദേശം കഴിയാറായി. ഇപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല. ഇനി അടുത്തത് വേറൊരു സ്ഥലത്ത് പോകാൻ പോവാ. വാക്സ് മ്യൂസിയം എന്ന് പറയും, മറ്റേ കിങ് ലെയറിലൊക്കെ പറയുന്ന ആ സാധനം. അത് ഞാനും കണ്ടിട്ടില്ല, പോയി നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വാക്സ് മ്യൂസിയം എത്തിയിട്ടാണ്. കാണുമ്പോൾ ഒരു മൾട്ടി കോംപ്ലക്സ് പോലെയൊക്കെ ഉണ്ട്. വാക്സ് മ്യൂസിയം ആണ് ഇത്, കാണിച്ചു തരാം. സുനിൽസ് വാക്സ് മ്യൂസിയം കണ്ട, കുറേ സെലിബ്രിറ്റീസൊക്കെ ഉണ്ട് എന്നാ പറയണേ. പോയാലോ എന്നാ, പോയിട്ട് വരാം. ഗൈസ്, ഇവിടെ ഒരു ടിക്കറ്റിന് 100 രൂപയാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗാന്ധിജീൻ്റെ കൂടെ ഇരിക്കാം. അങ്ങനെ ഗാന്ധിജിയുടെ കൂടെ ഫോട്ടോ എടുത്തു. ഓഹ്, അണ്ണാ ഹസാരി. അപ്പം ഞാൻ പറഞ്ഞു പോവാം. നമ്മുടെ ജവഹർലാൽ നെഹ്റു കൂടെ ഉണ്ട്. നല്ല ഹൈറ്റ് ഉണ്ട്, അനുവാവിനെയും കാട്ടി ഹൈറ്റ് ഉണ്ട് കേട്ടോ. ഇപ്പോഴും ജീവനോടൊക്കെ ഉണ്ട്. ഇത് പണ്ടത്തെ പ്രകാശ് രാജ്. അമ്മ, ഇതിപ്പോ ആരൊക്കെ മനുഷ്യന്മാര്. പോപ്പൊക്കെ ഉണ്ട്, പോപ്പ്. ഇതാരാ? രവീന്ദ്രനാഥ് ടാഗോർ. നമ്മൾ ഈ മറ്റേ ജനഗണമന ഒക്കെ പാടില്ലേ, അതിൻ്റെ എഴുത്തുകാരെന്ന് പറഞ്ഞിട്ട് വായിക്കേണ്ടത്. ഇന്ദിരാഗാന്ധി ഉണ്ട്, രാജീവ് ഗാന്ധി ഉണ്ട്, എല്ലാവരും ഉണ്ടല്ലോ. ഇവിടെ ഫുൾ പഴയ ആൾക്കാരാണ്. നമുക്ക് ഏതൊക്കെയാണ് മനുഷ്യന്മാരെന്ന് അറിയില്ല. നമ്മളും ഒക്കെ ഇടയിൽ ഒരേമാതിരി ഉണ്ട് എല്ലാവരും. എല്ലാവരും എടുത്ത് ഇന്നസെൻ്റ് ഉണ്ട്. മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. ഓഹ്, പുള്ളി അടിപൊളിയാട്ടോ. ബാഹുബലി. സച്ചിനുണ്ട്, വിരാട് കോഹ്ലി ഉണ്ട്. അതേ, കോഹ്ലിൻ്റെ കൂടെ ഞാൻ നിന്നു. പുള്ളി ഇന്ത്യൻ ജേഴ്സിയിൽ സെറ്റാണ്, പക്ഷേ IPL ഇപ്പോഴും സ്ട്രഗ്ലിംഗ് ആണ്, പാവം. സൽമാൻ ഖാൻ, കരീന കപൂർ, റാണ. പിന്നെ നമ്മുടെ കബാലി ഉണ്ട്, കബാലി. 2020 തലാളിയേട്ടനാണെന്ന് തോന്നുന്നത്. അബ്ദുൽ കലാമൊക്കെ സീൻ കേട്ടോ. നരേന്ദ്രമോദി ഉണ്ട്, ഒന്നും പറയാനില്ല. പിന്നെ നമ്മുടെ അച്യുതാനന്ദൻ നല്ല ഒറിജിനൽ കേട്ടോ. പുള്ളിയുടെ സ്കിൻ അലർജിയൊക്കെ ഇവിടെ റെഫറൻസ് ആക്കിയിട്ട് നന്നായിട്ടുണ്ട് കേട്ടോ ആ പരിപാടി. MGRും ജയലളിതയും ഇവിടെ അടുത്തടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അച്ഛനും അമ്മയും ഇവരുടെ ഫാനാണ് കേട്ടോ. സോ ഗൈസ്, നമ്മൾ 39 ആൾക്കാരെ കണ്ടത്. 39 ആൾക്കാർ ഇവിടെ കൊണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. സംഭവം അവസാനിച്ചിരിക്കുകയാണ്. കൊള്ളാം, നല്ല കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇതുപോലെ അത്രയ്ക്ക് പോരാ എന്നൊക്കെ പറഞ്ഞ് ഒരു മൂവി റിവ്യൂ ചെയ്യണ പോലെ ചെയ്തു വിടാം. പക്ഷേ ഇതൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഓരോ ക്രിയേറ്റീവായിട്ടുള്ള പരിപാടി ചെയ്യണമെങ്കിൽ ഈസിയൊന്നുമല്ല. നല്ല പരിപാടി എന്തായാലും. അപ്പോൾ ഈ സ്പോട്ടിൻ്റെ പേര് മറക്കണ്ട. ട്രിവാൻഡ്രത്ത് ഈസ്റ്റ് ഫോർട്ടിലാണ് ഈ സ്പോട്ട് വരുന്നത്. എന്തായാലും ഒരു പ്രാവശ്യം എന്തായാലും വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമൊക്കെ തന്നെയാണ്. കുറച്ച് വെറൈറ്റിയാണ്. നമ്മൾ എല്ലാവരും മനുഷ്യന്മാർ പോലെ ഉണ്ട്. എനിക്ക് അതാണ് ഭയങ്കര അത്ഭുതമായത്. ഉള്ള പരിപാടി. അപ്പം നമ്മൾ തിരിച്ച് അനുമാവിൻ്റെ അവിടെ എത്തി. ഇവിടെ കിടക്കണം ഗൈസ്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങണമുണ്ട്. ഞാൻ അപ്പോൾ വന്നതാ കിടക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, പിന്നെ ഞാൻ എണീച്ചില്ല. നോക്കുമ്പോൾ രാത്രിയായി. എന്തായാലും നമുക്ക് ടൈമായി. സമയം ഇപ്പോൾ 8 മണി ആവാറായി. ട്രെയിൻ 8:30-ക്കാണെന്നാണ് തോന്നുന്നത്. ഇതെപ്പോഴും ഇങ്ങനെയുള്ള. ഗൈസ്, ഇതാണ് ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ. നമ്മൾ വരുമ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷൻ നേരാവണ്ണം കാണിക്കാൻ പറ്റിയില്ല. അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷൻ തന്നെയാണത്. ട്രെയിൻ എടുക്കാൻ ഇനി കുറച്ച് നേരമുള്ളൂ. അതുകൊണ്ട് യാത്രയൊക്കെ വേഗം പറഞ്ഞ് ഞങ്ങളങ്ങ് ഇറങ്ങി. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോമാണെന്ന് അറിയില്ല. 4ആണോ 3ആണോ എന്നുള്ള ഡൗട്ട്. 3. അപ്പോൾ നമ്മൾ സേഫായിട്ട് തിരിച്ച് ട്രെയിനിലോട്ട് പിന്നെയും വന്നു. അമൃതയിൽ തന്നെ പോകണം. 8:30-ക്ക് ഇതെടുക്കും. ഇപ്പോൾ സമയം 8:20 ആയി. എടുക്കാറായി. അനൗൺസ്മെൻറ്റ് വന്നു. ഇനിയിപ്പോൾ 8:30-ക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ 3:40, പുലർച്ചെ 3:40 എത്തിക്കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ലൈഫ്. ബൈ ഗുയ്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് ഒരു സ്ഥലത്ത് വന്ന് ത്രൂ ഔട്ട് വ്ളോഗ് ചെയ്യണത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക. ബൈ.